ഹലോ ഗൈസ്, MGയുടെ 2024-25 ബാച്ചിൻ്റെ ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ടൂറിൻ്റെ ആദ്യ ബാച്ചാണിത്. 3 ബസ്സുകളിലായിട്ട് കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് ഞങ്ങൾ 150 പേരുണ്ട്. എല്ലാവരും യാത്ര അടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകവേ ബസ്സിനൊരു ചെറിയ മെക്കാനിക്കൽ എറർ, ഡയനാമോ അടിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടെ കിട്ടിയ അല്പസമയം അധ്യാപകരും കുട്ടികളും ഒത്തുചേർന്ന് പല കളികളും ഞങ്ങൾ കളിച്ച് ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. സമയം രാത്രി 12 മണി ആയതുകൊണ്ട് തന്നെ പമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബസ് റെഡിയായി, വീണ്ടും യാത്ര തുടങ്ങി. ഒന്നുറങ്ങി എണീച്ചപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചിക്മംഗ്ലൂരിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും ബസ്സിൽ കയറി. നമ്മൾ പോകാൻ പോകുന്നത് ചിക്മംഗ്ലൂരിലെ കുന്നിൻ മുകളിലേക്കാണ്. ആദ്യമായിട്ടാണ് MJയിൽ നിന്ന് ചിക്മംഗ്ലൂർ ഭാഗത്തേക്ക് വിനോദയാത്ര പോകുന്നത്. ചിക്മംഗ്ലൂർ എന്ന് പറയുന്നത് കോഫിയുടെ നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്നത് ചിക്മംഗ്ലൂരിലാണ്. ചിക്കമഗലൂരു എന്നാണ് യഥാർത്ഥ പേര്, അതായത് ഇളയ മകളുടെ നാട് എന്നാണ് ഇതിനർത്ഥം. രുക്മംഗഡ എന്ന രാജാവ് ഇളയ മകൾക്ക് സ്ത്രീധനം നൽകിയ നാടാണിത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് ഈ ജില്ലയുടെ പേരും. ഞങ്ങൾ ആദ്യം പോകുന്നത് ആ മകളുടെ ശില്പം കാണാനാണ്. എന്നാൽ അവിടേക്ക് നാം പോകുന്നത് ഒരു ജീപ്പിലാണ്. ഇന്നത്തെ യാത്ര ഇനി ജീപ്പിലാണ്. ഞങ്ങൾ 11 ജീപ്പുകളിലായി യാത്ര ആരംഭിച്ചു. ജീപ്പ് യാത്ര വളരെ രസകരമായിരുന്നു. ഇതാണ് നാം നേരത്തെ പറഞ്ഞ ശില്പം. ഞങ്ങൾ ശില്പത്തിന് സമീപം ഇറങ്ങി കുറെ ഫോട്ടോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒന്നുമില്ല, നമ്മളെല്ലാവരും സിംഗിൾസ് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അത് കണ്ട് ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ക്ലാസ് വൈസ് ആയിട്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ 10 മിനിറ്റ് സമയം കേട്ടോ. അത് കൂടുതൽ ആരും കല്ലുകൊണ്ട് കൊത്തിയിട്ടുള്ള ശില്പാണ്. ബാക്കി വീഡിയോസും ഫോട്ടോസും സെറ്റ് ആകും. വീണ്ടും യാത്ര. മനോഹരമായ കാപ്പിത്തോട്ടങ്ങൾ.
ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് 450ഓളം സ്റ്റെപ്പുകളുള്ള ഒരു കുന്നിൻ മുകളിലേക്കാണ്. എല്ലാരും കേറി വരുവാണ്. ഇനി കേറാൻ ഇത്ര ഉണ്ട്, ഇനി കുറെ ഉണ്ട്. ഞങ്ങൾ കുന്നിൻ മുകളിലെത്തി. ഇവിടെ താഴത്തായിട്ട് ഒരു ഗുഹ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊന്നിൽ തപസ് ചെയ്ത ഒരു മുല്ലപ്പ സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. മുല്ലാനഗരിയാണ് കർണാടകയിലെ ഏറ്റവും വലിയ പീക്ക്. നമ്മളത് ആനമുടിയാണല്ലോ. അത് കഴിഞ്ഞോട് തന്നെ എല്ലാവർക്കും നല്ലോണം വിശക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ലഞ്ച് റെഡിയായി. ലഞ്ചിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിഞ്ഞു. അതിമനോഹരമായ കാഴ്ചകളാണ് എവിടെയും. ഒരു സ്വിറ്റ്സർലാൻഡ് ഫീലിംഗ് ഒക്കെ ഇവിടെ നല്ലോണം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സെറ്റ് പോയിന്റിലാണ്. ഇവിടെ ഭയങ്കര നല്ല രസമാണ്. എല്ലാ കാറ്റൊക്കെ വീശി നല്ല വൈബാക്കിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഇതൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ വാഗമനൊക്കെ പോലെ മനോഹരമായ മൊട്ടക്കുന്നുകൾ. ഓരോ കുന്നും ഓരോ തരം കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നു. പിന്നീട് റീൽസ് നിർമ്മാണത്തിന്റെ തിരക്കിലായിരുന്നു. സംവിധായകന്മാരും ക്യാമറാമാന്മാരും എല്ലാം റെഡി. സ്ക്രിപ്റ്റ് ഒന്നുമില്ല. കുന്നിൻ മുകളിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ബാബാ ബുദൻ ഗിരിയിലേക്ക് എത്തി. ഇവിടെ ഒരു ദർഗയുണ്ട്, ബാബാ ബുദൻ സ്വാമി ദർഗ. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമാണ്. കുന്നിൻ മുകളിലെ കാഴ്ചകൾ ആവോളം ആസ്വദിച്ച് തിരിച്ചു ഞങ്ങൾ റിസോർട്ടിലെത്തി. കുന്ന് കയറി ഇറങ്ങിയതിന് ക്ഷീണം തീർത്തത് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാണ്. എല്ലാവരും സ്വിമ്മിംഗ് പൂൾ ആഘോഷമാക്കി. അങ്ങനെ ഒന്നാമത്തെ ദിവസം അടിപൊളിയായി അവസാനിച്ചു. ഇത് ഞങ്ങളെ ടൂറിന്റെ രണ്ടാമത്തെ ദിവസമാണ്.
ഹായ് പറയും. ഹായ് പറയും. രണ്ടാമത്തെ ദിവസമാണ് ചിക്കമാംഗ്ലൂരിന്. ഇവിടെ ഞങ്ങളിനി കൂട്ടിക്ക് പോവാണ്. ഇവിടുത്തെ എല്ലാ വൈബും കഴിഞ്ഞിട്ടാണ് ആട്ട് പോകുന്നത്. ഇവിടെ അടിപൊളിയാണ്, റൂമൊക്കെ അടിപൊളിയാണ്, എല്ലാവരും എൻജോയ് ചെയ്ത്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം ഞങ്ങളിനി കഴിഞ്ഞിനി അടുത്ത കൂർഗിലേക്കാണ് പോകുന്നത്. അവിടെ നല്ല പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അതൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വൈശലേശ്വര ടെമ്പിളിലാണ് ഉള്ളത്. അത് ഹെലിബഡു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പുരാതന അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് ശില്പങ്ങളാണ് ഇവിടെ. നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് ഒരുപാട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സ്ഥലമാണ്. വളരെ മനോഹരമായ ഒറ്റക്കല്ലിലുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് വൈഷ്ണവി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഭയങ്കര പഴയ പുരാണ വസ്തുക്കൾ കൊണ്ട് ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ കൊത്തി മിനുക്കിയ ഒരുപാട് സാധനങ്ങളാണ്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി. വീണ്ടും യാത്ര. അങ്ങനെ സമയം പോയി തീരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂർഗിലെത്തി. ഈ ഹോട്ടലിലാണ് ലഞ്ച്. ലഞ്ചിന് ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. അടിപൊളി ബിരിയാണി. ബിരിയാണി എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിട്ടാണ്. ഇനി അടത്തിയിട്ട് കാണാം. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ബുദ്ധന്മാരുടെ ഒരു മൊണാസ്ട്രിയാണിത്. മുൻപ് കാലത്ത് ടിബറ്റിൽ നിന്നും വന്ന ബുദ്ധന്മാർക്ക് ഇന്ദിരാഗാന്ധി പതിച്ചു കൊടുത്തൊരു സ്ഥലമാണിത്.
മനോഹരമായ ഒരു സ്ഥലമാണിത്. ഒരുപാട് ലാമമാരെ ഇവിടെ കാണാൻ കഴിഞ്ഞു. യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഈ ഹാളിന്റെ തണുപ്പേറ്റിരുന്നു. ഇത് മനോഹരമായൊരു ഹാളാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ടെമ്പിളിന്റെ അടുത്തുള്ള ഗാർഡനിൽ കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു. പിന്നീട് വീണ്ടും ഞങ്ങൾ തിരിച്ചു. ഗ്രൂപ്പായിട്ട് നടക്കണേ. നമ്മളിപ്പം ബാംബു ഫോറസ്റ്റിലാണുള്ളത്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ബാംബൂസാണ്. നമുക്ക് നിറയെ മനോഹരമായ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനുള്ള സമയമാണ്. ഞങ്ങൾ കുറേ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ പോകുന്നത് DJ ഹാളിലേക്കാണ്. ഇതാണ് DJ ഹാൾ. ഹൈ വാട്ട്സ് ഉള്ളൊരു DJ ഹാളാണിത്. നല്ല മനഃശക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു DJ ഹാളിന്റെ വാട്ട്സ് താങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്പസമയം ഞങ്ങൾ ഈ DJ ഹാളിൽ ചിലവഴിച്ചു. എന്നാൽ കൂടുതൽ സമയവും അതിൻ്റെ അകത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. DJ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഏകദേശം ഞങ്ങളുടെ ഈ ഒരു ടൂറിൻ്റെ എല്ലാ പ്രോഗ്രാമും സമാപിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് ക്ലാസ് മുറിയിലേക്കാണ്. യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ വസന്തം മാത്രമല്ല, ഒരു പിടി നല്ല ഓർമ്മകൾ കൂടിയാണ്. കണ്ണിനും കരളിനും കുളിരേകിക്കൊണ്ട് അനവധി അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ വർഷത്തെ വിനോദയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.